ഗൈസ്, ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ ഇഷ്യൂ ആണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കാമുകനായിട്ടുള്ള അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കാമുകനായിട്ടുള്ള അനൂപ് പോലീസിന് കൊടുത്ത മൊഴി അനുസരിച്ച് സംഭവ ദിവസം ഈ അനൂപ് എന്ന വ്യക്തി ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ പെൺകുട്ടി കോൾ വെയിറ്റിങ്ങിലായിരുന്നുവെന്നും അതിൻ്റെ ഒരു ദേഷ്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ അനൂപ് വരികയും അവർ തമ്മിൽ തർക്കമാവുകയും രാത്രി ഒരു 2-2:30 വരെ ഈ ഒരു തർക്കവും മർദ്ദനവും തുടരുകയും ചെയ്തു. അതിൻ്റെ വിഷമത്തിൽ ഈ പെൺകുട്ടി കഴുത്തിൽ ഷാൾ കുരുക്കി മരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കാമുകനായിട്ടുള്ള അനൂപ് അടുക്കളയിൽ നിന്നും കത്തി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു ഷോൾ കട്ട് ചെയ്ത് പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടി ശ്വാസം കിട്ടാതെ അലറി വിളിച്ചപ്പോൾ മറ്റുള്ളവർ പുറത്ത് കേൾക്കണ്ട എന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയും അങ്ങനെ പെൺകുട്ടി കോമയിലേക്ക് പോവുകയും പെൺകുട്ടിയെ ആ അബോധാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാമുകൻ വെള്ളം ദേഹത്തൊഴിക്കുകയും ആ ഒരു ടൈമിൽ പെൺകുട്ടിക്ക് ഫിറ്റ്സ് വരികയും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നതിനാൽ തന്നെ അതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു ഡൗട്ട് കാരണം ഇതേ അനൂപ് പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ചു മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അനൂപ് എന്ന ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോവുകയോ ആരോടും പുറത്ത് വിളിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. 4 മണിക്കൂറോളം ആ ഒരു വ്യക്തി ആ ഒരു പെൺകുട്ടിയുടെ കൂടെ അതേ റൂമിൽ സ്പെൻഡ് ചെയ്യുകയും എന്നാൽ നേരം വെളുത്തതിന് ശേഷം കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ഈ വ്യക്തി കൂട്ടുകാരൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും റിലേഷൻഷിപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. റിലേഷൻഷിപ്പിലിരിക്കുന്നവർ കുറേ പേരൊക്കെ ടോക്സിക് റിലേഷൻഷിപ്പും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ടോക്സിക് റിലേഷൻഷിപ്പാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുക. അല്ലെങ്കിൽ വഴിയെ പോകുന്ന വയ്യാവയിലേക്ക് നമ്മുടെ തലയിലെടുത്ത് വെച്ച അവസ്ഥയാവും. എന്ത് കാര്യമുണ്ട്?